അനുദ ചായ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പോകുന്ന ഒരു ഡാൻസ് സ്റ്റുഡിയോ അവർ ഒരു ഇവൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്കൂളിലൊരു ആനുവൽ ഡേ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് എല്ലാം ഈ സ്റ്റുഡിയോന്ന് ആൾക്കാർ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും കുട്ടികൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണം. അപ്പോൾ പിന്നെ ഞാനും വിസ്മയും അനുവും കൂടിയിട്ടാണ് നേരെ സ്കൂളിലേക്ക് പോകുന്നത്. അടുത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത്. അപ്പോൾ നമ്മളൊരു രാവിലെ ആകുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി നമ്മളെ. എന്നിട്ട് നേരെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കി. എന്നിട്ട് ഡ്രസ്സ് ഇഷ്ടംപോലെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടുന്നതാ അതുകൊണ്ട് ഇവരെല്ലാവരും പണിത്തിരക്കിലാട്ടോ. ഞാൻ പണിയും കിടക്കില്ല, വെറുതെ ഇരുന്നോണ്ട് പിന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ ഈ പണിത്തിരക്കെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഓരോ കുട്ടികൾക്കും അവരുടെ സൈസിനനുസരിച്ച് വേണ്ടിയിട്ട് നമ്മൾ തുന്നയ്ക്കും ഇടുവോ ടൈറ്റാക്കും എല്ലാം ചെയ്താണ്. ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് അപ്പോൾ തന്നെ പിള്ളേർ വായി അരച്ചു ഇവർക്ക് തുന്നി ലാസ്റ്റ് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. വിസ്മയിലെ ക്ഷമ പരീക്ഷ ക്ഷമ കെട്ടിരിക്കും. ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. എത്രയോ ഉണ്ട് സാധനങ്ങൾ. അപ്പം രാവിലെ തൊട്ടേ ഈ തുന്നിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ കുറച്ച് ഉച്ചയാകുമ്പോൾ ഒരു മണി 2 മണിയെല്ലാം ആയപ്പോഴാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയത്. നമുക്ക് ഫുഡെല്ലാം അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ പ്രേ ഡാൻസിനുള്ള കുട്ടികൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ പ്രേ ഡാൻസിനല്ല ഉള്ളത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിനും ഉണ്ടായി എല്ലാവരോടും. പിന്നെ അവരില്ലോണ്ട് ശരിക്കും പറഞ്ഞാൽ സമയം പോകുന്നൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് കുട്ടികൾ രാവിലെ വന്നിട്ടുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓരോ കുട്ടികളും ഇപ്പോൾ വരാൻ തുടങ്ങിയത്. കാരണം 3 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന തിരക്കെല്ലാം ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കാണ്. അപ്പോൾ വിസ്മയം എല്ലാവരും നമ്മൾ കുട്ടികളെ ഒരുക്കാനുള്ള തിരക്കിലായി കാണുന്നത് മൊത്തം. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന കുട്ടികളും എല്ലാ കുട്ടികളും ഉണ്ടായിട്ടുണ്ടായി. ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമാണ് ഞാൻ ആ കുട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ടത്തിൻ്റെയും കേരള നടനോ അങ്ങനെ എല്ലാ ഡാൻസിൻ്റെയും ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഇഷ്ടം പോലെ കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ അധികം വീഡിയോ എടുക്കാനില്ല ഇതൊന്നും ഉണ്ടായില്ല. കാരണം അവസാനമാകുമ്പോൾ നല്ല തിരക്കിനും. കാരണം ഒരു കുട്ടിക്ക് തന്നെ ഒരു 2, 3, 4 ഡാൻസ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഡ്രസ്സ് ഇടാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിനും സമയം ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും തിരക്കിയിരുന്നു. കാരണം 5 മണി തൊട്ട് 10 മണി വരെയായിരുന്നു പ്രോഗ്രാം. അപ്പം ഇങ്ങനെ ഓരോ കുട്ടി ഇങ്ങനെ തിരക്കിയിരുന്നു. ഒന്നാമത് ചെറിയ കുട്ടികളായതിനെ കൊണ്ട് പിന്നെ അങ്ങനെ ഒരു തിരക്കാണ്. പിന്നെ അതും പോരായിട്ട് കുറച്ചൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 300 കുട്ടികളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇവരൊക്കെ ഒരുക്കണോ ഈ ചെറിയ സമയം കൊണ്ട് ഇവരെല്ലാവർക്കും വെച്ചാൽ നമ്മൾ നല്ല സ്പീഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കയ്യും പോയി ലൈറ്റിൻ്റെ അവിടെ നേരം വെച്ച പോലെ. എൻ്റെ മൊത്തം എണ്ണമഴുക്കുള്ള പോലെ. എന്താ കോലം നോക്ക് ഭഗവാനേ.
ഞങ്ങളിപ്പോ കയ്യൊരു വക്കേ പിന്നെ കുത്തി 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 ഇവിടെ നടക്കുന്ന പരിപാടി പിന്നെ കുത്തിക്കറിയുന്ന ഇവിടെ എന്തോ ഒരു പരിപാടി ആനുവൽ ഡേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അതിരുകൾ കുറച്ചു ദിവസങ്ങൾക്കുള്ളത് മാത്രമല്ല, നമ്മുടെ ധൈര്യത്തെയും പ്രതീക്ഷയെയും പരീക്ഷ അപ്പോൾ ഡാൻസ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവാൻ ചെയ്തത് ഫുഡെല്ലാം കഴിച്ചിട്ട്.